ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഭരണ പ്രതിസന്ധി എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഏത് വാർത്തയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നതെന്ന്. അതെ, നമ്മൾ സർവകലാശാലയിലേക്ക് തന്നെ പോവുകയാണ്. സർവകലാശാലയിൽ ഉടലെടുത്ത ഭരണ പ്രതിസന്ധി നമുക്കറിയാം. ഏകദേശം ഒരു മാസത്തോളമാകുന്നു ഈ ഒരു ഭരണ പ്രതിസന്ധി അവിടെ ഉടലെടുത്തിട്ട്. സർക്കാർ VC അല്ലെങ്കിൽ രജിസ്ട്രാർ VC പോരൊക്കെ അവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്കാണ്. അപ്പോൾ ഈ പ്രതിസന്ധി ഒരു വശത്ത് തുടരുമ്പോഴും ഗവർണറുമായുള്ള മുഖ്യമന്ത്രിയുടെ നിർണായകമായ കൂടിക്കാഴ്ച ഇന്നാണ് നടക്കുക. വൈകിട്ട് 3:30 രാജ്ഭവനിൽ വെച്ചാണ് കൂടിക്കാഴ്ച. സർവകലാശാല ഭരണ പ്രതിസന്ധി, അതുപോലെ സ്ഥിര VC നിയമനം എന്നിവയൊക്കെ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് അർജുനാണ് ചേരുന്നത്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ നേരത്തെ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ഗവർണർ ഒരു അയഞ്ഞ നിലപാട് സ്വീകരിച്ചിരുന്നു. കാരണം VC മോഹനൻ കുന്നുമ്മൽ രാജ്ഭവനിൽ നേരിട്ടെത്തി പല കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും അതിലൊന്നും ഇടപെടാത്തൊരു സമീപനം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ട്. സർക്കാരും അതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തണമെന്ന് ആത്മാർത്ഥമായി സർക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് കൂടിക്കാഴ്ച എപ്പോഴാകും നടക്കുക? ഏതൊക്കെ വിഷയമാകും പ്രധാനമായും പരിഗണനയ്ക്ക് വരിക? ഈ ഗവർണർ, VC സിൻഡിക്കേറ്റ് അംഗങ്ങൾ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ, VC ഇപ്പോഴും തുടരുന്ന കടുത്ത നിലപാടുകൾ, ഇതൊക്കെയും ചർച്ചയാകും. ഗുഡ് മോർണിംഗ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്കാണ് ഇന്ന് വഴിയൊരുങ്ങുന്നത്. അതായത് രാജേന്ദ്ര ലേക്കറുമായി സർക്കാർ ഒരു ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായിട്ടുള്ള ചർച്ച എന്ന് പറയണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും രാജ്ഭവനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ പല വിഷയങ്ങളിൽ ഇപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയമായി വരാൻ സാധ്യതയുള്ളത് കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനം അത് ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ സർക്കാർ പുതിയ VC-മാരുടെ ലിസ്റ്റ് രാജ്ഭവന് നൽകിയിരുന്നു. അത് അംഗീകരിക്കാനുള്ള കാര്യങ്ങളടക്കം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ ഒപ്പിടാതെ വെച്ചിട്ടുള്ള ബില്ലുകളുണ്ട്. അതിൽ സർവകലാശാല ബില്ലും സ്വകാര്യ സർവകലാശാല ബില്ല് ഉൾപ്പെടെ നിർണായകമായിട്ടുള്ള ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്ന ഒരു സമീപനം രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിൽ ഒരു സമവായം വേണം, അക്കാര്യത്തിൽ ഒപ്പിടണം എന്നുള്ള ആവശ്യം മുഖ്യമന്ത്രി ഗവർണറോട് പറയുമെന്നുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. സ്വകാര്യ സർവകലാശാല ബില്ലും ഒപ്പം തന്നെ സർവകലാശാല ഭേദഗതി ബില്ല്, അത് ഈ ചാൻസലറായിട്ടുള്ള ഗവർണറുടെ അധികാരം തന്നെ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് സ്വകാര്യ സർവകലാശാല ഭേദഗതി ബില്ല്. ഇതുൾപ്പെടെയുള്ള ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്ന കാര്യം അത് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുകയാണെങ്കിൽ അത് അംഗീകരിക്കണമെന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി ഗവർണർക്ക് മുന്നിൽ വെക്കും. അതിൽ എന്ത് നിലപാട് ഗവർണർ എടുക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ KTU ഡിജിറ്റൽ സർവകലാശാലകളുടെ VC-മാരുടെ നിയമനം സംബന്ധിച്ചുള്ള തീരുമാനം അതും വൈകാതെ എടുക്കണമെന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വെക്കും. അതേ സമയത്ത് ഈ ഭാരതാംബ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ, അതൊക്കെ ഏത് രീതിയിൽ ചർച്ചയാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സേതു പറഞ്ഞതുപോലെ തന്നെ രണ്ടു കൂട്ടരും ഒരു സമവായത്തിന്റെ പാതയിലാണ്. ഈ തർക്കം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരു കൂട്ടരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അനുനയ നീക്കം എന്ന നിലയ്ക്ക് കൂടി ഈ ചർച്ചയെ കാണാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ അർജുൻ, ശരി. അത് തന്നെയാണ് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഈ ചർച്ചയിൽ. കാരണം രണ്ടുപേർക്കും ഈ ഒരു വിഷയത്തിൽ ഒരു സമവായം വേണം. ഈ പ്രതിസന്ധി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ചാൻസലറും അതുപോലെ സർക്കാരും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഈ വിഷയങ്ങളിലൊക്കെ ഒരു സമവായത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.